നമസ്കാരം. നടിയുമായി ബന്ധപ്പെട്ട കേസ് തുടങ്ങുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലെ കമന്റുകളാണ്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയും അതുപോലെ ചാനലുകളും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത്, വീഡിയോകൾ ചെയ്തു തുടങ്ങിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ വന്ന കുറെ കമന്റുകൾ, കുറെ തെറിക്കമന്റുകൾ, നമുക്കതിനെ അശ്ലീല കമന്റുകൾ എന്ന് വിളിക്കാം. അശ്ലീല അഭിപ്രായങ്ങൾ, ശ്ലീലമല്ലാത്തത്, അത്തരം അശ്ലീല കമന്റുകൾ വന്നപ്പോൾ അതിനെതിരെ നടി പരാതി കൊടുക്കുകയും ഏതാണ്ട് 28-30 പേർക്കെതിരെ പരാതി കൊടുക്കുകയും സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് ഒക്കെ കേസ് ഫയൽ ചെയ്യുകയും പോലീസ് കേസെടുക്കുകയും അതിലൊരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ആദ്യം വന്ന വാർത്ത. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ജ്വല്ലറി ഉടമയായിട്ടുള്ള കേസോ അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോ ജാമ്യത്തിന് ശ്രമിക്കുന്നതോ ജാമ്യം കിട്ടുന്നതോ നിഷേധിക്കുന്നതോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ വിധി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. അതൊന്നുമല്ല ഈ ഞാൻ ഈ വീഡിയോയിൽ വിഷയമായി പറയുന്നത്. ആ 28-30 പേരുടെ പേരിൽ കേസെടുത്തത് ശരിയാണോ, അവർ മാത്രമാണോ പ്രതി എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത്. ഇവിടെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പുതിയ BNS ഭാരതീയ ന്യായ സംഹിത വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം പരപ്രേരണ കൊണ്ട് സംഭവിച്ചതാണോ, അതായത് മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് ചെയ്തതാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അവിടെ പ്രേരണ കൊണ്ട് അത് കണ്ടിട്ട് അതിനെ അനുകരിച്ചതാണോ എന്നൊക്കെ അന്വേഷണത്തിൽ വരാറുണ്ട്. അങ്ങനെ മറ്റാരുടെയെങ്കിലും മറ്റെന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടെങ്കിൽ, മറ്റൊരാൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരും കൂട്ടുപ്രതികളായി വരും. അതായത് ഈ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ ആ 30 പേരും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സോഷ്യൽ മീഡിയ ആ കമന്റുകൾ ഇട്ടതിന് മറ്റാരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ, പ്രേരണയോ അല്ലാതെയോ ആയിട്ടുണ്ടെങ്കിൽ അവരും പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു പ്രതിസ്ഥാനത്ത് ആരെങ്കിലും വന്നായിട്ട് കാണുന്നില്ല. പക്ഷെ അത്തരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് പുഷ്പ 2 റിലീസ്, അന്ന് ഒരു തിയേറ്ററിൽ കുത്തും തിരക്കും ആകെ ഉന്തും തള്ളുമുണ്ടായി. അതിൽ അല്ലു അർജുനെ കാണാൻ വേണ്ടി അവിടെ ആരാധകരുടെ ഒരു വലിയ തിരക്കുണ്ടായത് നമുക്കറിയാം. ആ തിരക്കിനിടയിൽ ഒരു യുവതി ചവിട്ടും കുത്തുമേറ്റ് മരണപ്പെട്ടു. പക്ഷെ അവിടെ അല്ലു അർജുൻ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ ഉന്തും തള്ളും ഉണ്ടായതെന്നും അദ്ദേഹം അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരക്ക് അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ മരണത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു. അതായത് അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല, നേരിട്ടൊരു പങ്കുമില്ല, പക്ഷേ അദ്ദേഹത്തിന് പരോക്ഷമായി അതിൽ ഒരു പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇതേ കേസ് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നവീൻ ബാബുവിന്റെ കേസ്. നവീൻ ബാബുവിന്റെ കേസ് സത്യത്തിൽ PP ദിവ്യ നവീൻ ബാബുവിനെ കൊന്നിട്ടുണ്ടോ? ഇല്ല. കൊല്ലാൻ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ PP ദിവ്യയുടെ ഒരു പ്രസംഗം, ആ പ്രസംഗ ശേഷമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് PP ദിവ്യയെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്ത് തടവിലിട്ടത്, അതായത് റിമാൻഡിലേക്ക് വിട്ടത്. ചുമത്തിയാണ്, അവർ ഏറ്റെടുത്തിട്ടല്ല. അപ്പോ അവർ കൊന്നുവെന്ന് സമ്മതിച്ചിട്ടില്ല, അവർ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പോലീസ് പ്രേരണ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തു. 10-12 ദിവസം അവരെ ജയിലിൽ പാർപ്പിച്ചു. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്താണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിലും, ഈ 30 പേർക്കെതിരെ വന്ന ഈ കേസിലും അത്തരത്തിൽ ആരെങ്കിലും ഒരാൾ കാരണമായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണ്ടേ, നോക്കണ്ടേ. അവിടെയാണ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ നടി സിനിമയിൽ അത്ര ഒരു വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു നടിയൊന്നുമല്ല. അവർക്കുള്ള പോപ്പുലാരിറ്റി ഒരു സിനിമ നടി എന്ന ലെവലിലല്ല. കാരണം മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനുള്ള വേഷങ്ങൾ അവർക്ക് കിട്ടാത്തത് കൊണ്ടാകാം ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച വിധത്തിലേക്ക് ഒരു വലിയ ഒരു മഞ്ജു വാര്യറോ അല്ലെങ്കിൽ കാവ്യമാധവനോ ഒക്കെ വന്നതുപോലെയുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ ഒരുപക്ഷെ അവർക്ക് കഴിയാത്തത് എന്തോ അത് അവരുടെ ഒരു സാഹചര്യം. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടി ജനപ്രീതി നേടുന്ന മറ്റു പല മാർഗങ്ങളും അവർ തേടുന്നു. അതിലൊന്നാണ് ഈ ഉദ്ഘാടനങ്ങൾ എന്ന് പറയുന്നത്. അത് ജിമ്മായാലും ജുവലറി ആയാലും അവർക്ക് മാന്യമായി പോയി വരാൻ കഴിയുന്ന, അവരുടേതായ രീതിയിൽ മാന്യമായി പോയി വരാൻ കഴിയുന്ന, അവർക്ക് യോജിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്നു, ആ ഉദ്ഘാടനം നടത്തുന്നു, അതിന്റെ പേയ്മെന്റ് വാങ്ങുന്നു, പോരുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ വരുന്നത്. സിനിമയിൽ അവരുടെ അഭിനയമാണ് ജനങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ നേരിട്ട് അവരെ കാണുന്നത് കൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ഒരു ബന്ധം വരും. ജനങ്ങളുമായിട്ട് ഒരു വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ബന്ധം അവിടെ ഉണ്ടായി വരും. പക്ഷെ അവിടെയുമുണ്ട് കുഴപ്പം.
ഇത്തരത്തിൽ തടിച്ചുകൂടുന്ന ഇവരുടെ ഉദ്ഘാടന വേദികളിൽ തടിച്ചുകൂടുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ മലയാളികൾ, അവർ യൂറോപ്യന്മാരോ അല്ലെങ്കിൽ മറ്റ് സദാചാരവാദികളോ അല്ല, കാപ്പട സദാചാരവാദികൾ എന്നാ പറയാം. ഒരൊറ്റ ദിവസം കൊണ്ട് നടുക്ക് ഇവിടെ കുറെ സൈബർ ആംഗ്ലമാർ ഉണ്ടായി. നേരത്തെ തെറി വിളിച്ചവരും മറ്റുള്ളവരുമെല്ലാം അതെല്ലാം നിർത്തി നല്ല പിള്ളയായി ചമഞ്ഞ് പോകുന്നത് കണ്ടു. അതായത് കുറെ ആംഗ്ലമാരായി ഈ കപട സദാചാരവാദികൾ മാറുന്നത് കണ്ടു. അതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കുറെ സദാചാരം കൊണ്ട് പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരാണ് ഉള്ളത്. അവരുടെ മുന്നിൽ വിദേശത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന നാട്ടിൽ ധരിക്കുന്നത് പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുടെ ആൾക്കാരുടെ മുന്നിലേക്ക് അത്തരത്തിലുള്ള അല്പവസ്ത്രമോ അല്ലെങ്കിൽ വസ്ത്രമോ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള വസ്ത്രമോ ഒക്കെ ധരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിലായിരിക്കും അത് കാണുക. ചിലരൊക്കെ അത് സാരമില്ല, അത് അവരുടെ ഇഷ്ടമല്ല എന്ന് കരുതുമെന്നുണ്ടെങ്കിൽ മറ്റു ചിലർ അതിനെ ആസ്വദിച്ചുകൊണ്ട് കമന്റുകൾ എഴുതും, അതിന് ട്രോളുകൾ ഇറക്കും. അത് മലയാളത്തിന്റെ ഒരു ശീലമാണ്. ഇനി മറ്റു ചിലർ അതൊക്കെ അശ്ലീലമാണ്, അതൊന്നും ഈ സമൂഹത്തിൽ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഘോര ലേഖനങ്ങളും എഴുതിയെന്ന് വരും. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല, സദാചാരം കേൾക്കുന്നത് മാത്രമല്ല, സദാചാരം കാണുന്നത് കൂടി ഉണ്ട് എന്നർത്ഥം. ഇതൊക്കെ സദാചാരമാണോ അല്ലെങ്കിൽ എന്താണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഇമേജ്, എന്ത് ചിത്രമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് മഞ്ജു വാര്യർ, അതല്ലെങ്കിൽ കാവ്യ മാധവൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടിമാർ ഇതുപോലെ ഉദ്ഘാടനത്തിന് വരുന്നു, അതല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് ചടങ്ങുകൾക്ക് വരുന്നു. അവർ വരുന്നത് പോലെയല്ല ഈ നടി വരുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പലപ്പോഴും അവരിൽ നിന്ന് വ്യത്യസ്തമായ വേഷഭൂഷാദികളോടെയാണ് എത്തുന്നത്. അത് കാണാൻ വലിയൊരു വിഭാഗം തടിച്ചു കൂടുകയും ചെയ്യും. അത്തരത്തിൽ ആൾക്കാർ തടിച്ചുകൂടും എന്നതുകൊണ്ട് തന്നെ അവരെ ഉപയോഗിക്കുന്ന, അഥവാ അവർക്ക് പണം കൊടുത്ത് അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ക്ഷണിക്കുന്ന മറ്റ് ജ്വല്ലറി ഉടമകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപന ഉടമകളോ ഒക്കെ അത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ സ്വയം അവരുടെ താല്പര്യം അനുസരിച്ച് വരുന്നുണ്ടാകാം. രണ്ടായാലും അവിടെ ആള് കൂടുക എന്നതാണ് അവരുടെ അജണ്ട. അതിനു വേണ്ടി തന്നെയാണ് അത്തരത്തിൽ പ്രൊജക്ട് ചെയ്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് പച്ചയ്ക്ക് അത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു വെച്ച ശ്ലീലത്തിലും അശ്ലീലത്തിലേക്കും വരാം. അശ്ലീല കമന്റുകൾ ഇട്ടവർക്കെതിരെയാണ് പരാതി. അവരെ കേസെടുത്തതും അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതും ഈ പറയുന്ന സദാചാര മൂല്യം എന്ന് വീമ്പിളക്കി നടക്കുന്ന സമൂഹത്തിന്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ അംഗലാവണ്യം ആസ്വദിക്കാൻ എത്തിയ വലിയ സമൂഹത്തിന്റെ മുന്നിലോ അവർ അശ്ലീലം പ്രവർത്തിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അശ്ലീലമാണ്. അതൊരു പക്ഷെ അത് പ്രദർശിപ്പിക്കുന്നവർക്ക് അത് അശ്ലീലമായിരിക്കില്ല, പക്ഷെ അത് കാണുന്നവർക്ക് അത് അശ്ലീലമാണ്. അപ്പൊ സ്വാഭാവികമായും ആ കാണുന്നവര് അതിന് അശ്ലീലം എന്ന് തന്നെ വിലയിരുത്തും. ഏതുപോലെ എന്ന് വെച്ചാൽ ഇവിടെ നടിയുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ പോലെ. ആ കമന്റുകൾ അശ്ലീലമാണ് എന്ന് അത് എഴുതിയവന് തോന്നുന്നില്ല, പക്ഷെ അത് സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും ആ നടിക്കും ആരെയാണോ ഉന്നം വെക്കുന്നത് അവർക്കും അത് അശ്ലീലമായി തന്നെ തോന്നുന്നു. അപ്പൊ അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാക്കുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യത്തിന് കാരണമായി ഇവിടെ ഭവിക്കുന്നത് ഈ നടിയുടെ ഈ തരത്തിലുള്ള വേഷഭൂഷാദികളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാതൊരു വൈരാഗ്യമില്ലല്ലോ, ഒരു വൈരാഗ്യമോ ആർക്കും ഈ പറഞ്ഞ നടിയോടോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തോടോ മറ്റാരോടോ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ചെന്ന് ഇത്തരത്തിൽ അശ്ലീല കമന്റുകൾ ഇടേണ്ട ആവശ്യം എന്താണ്? അപ്പൊ സ്വാഭാവികമായും അവരെ പ്രേരിപ്പിച്ചതാണ് എന്ത്? ഇവരുടെ ഈ പറഞ്ഞ കമന്റ് ഇട്ടവരുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ആ ജനങ്ങളുടെ മുന്നിൽ ഇവർ അശ്ലീലത പ്രദർശിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ അശ്ലീല കമന്റ് ഇട്ടത്. അപ്പോ നേരത്തെ ഈ പറഞ്ഞ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതുപോലെ ഇപ്പോ നവീൻ ബാബുവിന്റെ കേസിൽ പി ദിവ്യ അറസ്റ്റ് ചെയ്തതുപോലെ ഇവിടെ നടിയും ഒരു പ്രേരണാ കുറ്റം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കമന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനെ പ്രേരിപ്പിച്ചത് ആ നടിയാണ്. ആ നടി ആയതുകൊണ്ട് തന്നെ അവരുടെ പേരിലും ഈ കേസ് എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ അത്തരത്തിലൊരു അന്വേഷണം വരാത്തത്? ആരാണ് അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്? അതങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ഒരു കേസ് വരാത്തത് എന്ന് ഒരു മീഡിയയും സംസാരിച്ച് കാണുന്നില്ല. Different angles. Don't forget to subscribe and support this channel.